ഹായ് ആൾ, വെൽക്കം ടു ഐസാപ്പ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് PSC പരീക്ഷകളിൽ ചോദിച്ച വളരെ അടുത്തായിട്ട് ചോദിച്ച ചില പ്രസ്താവനാ ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നത് GK-യിലാണ് കൂടുതൽ പ്രസ്താവനാ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നാണ്. അപ്പോൾ അത് ശരി തന്നെയാണ്. പക്ഷേ വളരെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് മാത്സിലും ഒന്നോ രണ്ടോ ഒക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം ചില ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്, അവ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ സെഷനിലൂടെ പരിചയപ്പെടുന്നത്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് നോക്കാം, അത്തരം ചില ചോദ്യങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കും നിങ്ങൾ, ഏത് പരീക്ഷയ്ക്ക് അത് ചോദിച്ചത്? 2024 ഒക്ടോബർ 29 നടന്ന കേരള ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഈ ചോദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താ ഇവർ ചോദിച്ചത്? ഇഫ് യു മൾട്ടിപ്ലൈ എ പോസിറ്റീവ് ഫ്രാക്ഷൻ ലെസ് ദാൻ 1 ബൈ ഇറ്റ് സെൽഫ് ദെൻ ദ റിസൾട്ട് വിൽ ബി എന്നാണ് ചോദ്യം. നിങ്ങൾ ആലോചിച്ച് എന്താ ഈ പറഞ്ഞതിൻ്റെ മീനിങ്? നമ്മൾ ഒന്നിന് താഴെയുള്ള പോസിറ്റീവായ ഒരു ഭിന്നസംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ അതിൻ്റെ ഉത്തരത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നിന് താഴെയുള്ള ഒരു ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ, ഇവർ പ്രത്യേകിച്ചും പോസിറ്റീവ് ഭിന്നസംഖ്യ എന്ന് പറയുന്നുണ്ട്. ഒന്നിന് താഴെയുള്ള ഒരു ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ വാല്യൂ ലെസ് ദാൻ 1 ആയ ഭിന്നസംഖ്യകളെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാം, അഥവാ സാധാരണ ഭിന്നങ്ങൾ എന്ന് പറയാം. ഏതായാലും ആവട്ടെ, ഒന്നിന് താഴെ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഒരു എക്സാമ്പിൾ എടുത്താൽ തന്നെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇവരുടെ ഉദ്ദേശത്രേ ഉള്ളൂ, എന്താണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന റിസൾട്ടിൻ്റെ സ്വഭാവം എന്താണെന്നാണ്. ലാർജർ ദാൻ ദ ഒറിജിനൽ ഫ്രാക്ഷൻ, സ്മോളർ ദാൻ ദ ഒറിജിനൽ ഫ്രാക്ഷൻ, ഈക്വൽ ടു ദ ഒറിജിനൽ ഫ്രാക്ഷൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സംഖ്യ നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും, അതിനെ അതുകൊണ്ട് തന്നെ ഗുണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നാണ്. സോ നമുക്ക് ആദ്യം ഇവർ പറഞ്ഞ രീതിയിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒന്നിന് താഴെയുള്ള ഒരു പോസിറ്റീവ് ഭിന്നസംഖ്യയുടെ കാര്യമാണ് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിന് താഴെയുള്ള ഒരു പോസിറ്റീവ് ഭിന്നസംഖ്യയെ നമുക്ക് എടുക്കാം. നോക്കൂ നിങ്ങൾ, 1/2 എന്നത് അതാ നമ്മൾ അര എന്ന് പറയും അല്ലേ, അര എന്ന് പറയും. അര എന്ന് പറഞ്ഞാൽ 1/2 പോസിറ്റീവ് ഫ്രാക്ഷനാണ്, മാത്രവുമല്ല അത് ഒന്നിന് താഴെയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം, അത് എത്രയാണ്, 0.5 ആണ്. എന്തോ ആവട്ടെ, ഇവർ പറഞ്ഞ കാര്യം ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനെ നിങ്ങൾ ഇതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിച്ചേ, 1/2 എന്നതാണ് നമ്മൾ പരിഗണിച്ച ഭിന്നസംഖ്യ. അതിനെ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്നു, അഥവാ ഒന്നിന് താഴെയുള്ള ഒരു ഭിന്നസംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്നു. സോ 1/2 × 1/4 എന്ന് പറഞ്ഞാൽ ആൻസർ നമുക്ക് എത്ര കിട്ടി? 1/2 × 1/2 എന്ന് പറഞ്ഞാൽ ആൻസർ 1/4 എന്ന് കിട്ടി. 1/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ വാല്യൂ എന്താടാ, 0.25 ആണ്. 0.25 ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചേ, ഒന്നിന് താഴെയുള്ള ഒരു ഭിന്നസംഖ്യ നമ്മൾ പരിഗണിച്ചത് അരയാണ്, അതിൻ്റെ വാല്യൂ 0.5 ആണ്. നമ്മൾ അതിനെ അതുകൊണ്ട് തന്നെ ഗുണിച്ചു. അങ്ങനെ ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 1/4 ആണ്, അഥവാ 0.25 ആണ്. ഈ ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ഒറിജിനൽ ഭിന്നസംഖ്യയേക്കാൾ ചെറുതാണ് നമ്മുടെ റിസൾട്ട്. സോ ഒന്നുകൂടെ പറയാം, ഒന്നിന് താഴെയുള്ള ഒരു പോസിറ്റീവ് ഭിന്നസംഖ്യയെ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും, ലെസ് ദാൻ ദ ഒറിജിനൽ ഫ്രാക്ഷൻ. ഒറിജിനൽ ഫ്രാക്ഷൻ ഇതാണ്, അതിൻ്റെ വാല്യൂ 0.5 ആണ് നമ്മൾ എടുത്തത്. സോ ഗുണിച്ചപ്പോൾ കിട്ടിയ വാല്യൂ 0.25 ആണ്, അഥവാ 1/4 ആണ്. സോ ഫൈനൽ ആൻസർ എന്താ, ലെസ് ദാൻ ദ ഒറിജിനൽ ഫ്രാക്ഷൻ, അല്ലെങ്കിൽ സ്മോളർ ദാൻ ദ ഒറിജിനൽ ഫ്രാക്ഷൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം. ഈ ഒരു ചോദ്യം നിങ്ങൾ വായിച്ചു നോക്കൂ. ചുവടെ 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. ഇവയുടെ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അതായത് പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ്. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും സുപരിചിതമാണ്. എവിടെ GK-യിൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ കണ്ട് ഒരുപാട് പരിചയമുള്ളതാണ്. നമ്മുടെ മറ്റു സബ്ജക്റ്റുകളെല്ലാം GK സബ്ജക്റ്റുകൾ. മാത്സിൽ ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറില്ല, വളരെ അപൂർവമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യം നോക്കൂ നിങ്ങൾ, ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ, പേഴ്സൻറ്റേജ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ്റെ ഏരിയ സെലക്ട് ചെയ്തേക്കുന്നത്. പ്രസ്താവന എന്താ, ഒന്നാമത്തെ പ്രസ്താവന എന്താ പറയുന്നത്, 22.5-യുടെ 22.5% 5/1/16 ആണ് എന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 ആയിട്ട് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന എന്താണ് അവർ പറഞ്ഞേക്കുന്നത്, 33/1/3-ൻ്റെ 33/1/3% 11/1/9. ഈ 2 പ്രസ്താവനയും നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ട്രൂത്ത് വാല്യൂ പറയലാണ്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് പറയേണ്ടത്. നോക്കാം നമുക്ക്. ഇതിനവർ തന്ന ഓപ്ഷൻസ് നിങ്ങൾ നോക്കൂ. ABCD എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന പോലെ ശരിയും തെറ്റും എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ആണ് കാണുന്നത്. ഇത് ഏത് പരീക്ഷക്കാണ് ചോദിച്ചത്? 2023 LP UP NC എക്സാം നടന്നിരുന്നു. ആ സമയത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് ഒന്ന് കടക്കാം. നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ പ്രസ്താവന എന്താ, പ്രസ്താവന 1 പറഞ്ഞത് 22.5-യുടെ 22% 5/1/16 ആണ് എന്നാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് നോക്കൂ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞത് ഇങ്ങനെയാണ്, 22.5-യുടെ 22% എന്നാണ് പറഞ്ഞത്. 22.5-യുടെ
22.5%, 22% എന്നത് 5/1/16 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. 22 എന്ന് പറഞ്ഞാൽ എന്താടാ? 22 × 2 44 1 45 / 2 എന്ന് കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാൽ അഥവാ ഒരു നമ്പറിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ ഓഫ് മീനിങ് ആണ്. സ്വാഭാവികമായിട്ടും അവിടെ മൾട്ടിപ്ലിക്കേഷനാണ് വരിക. ഇനി വീണ്ടും 22 എന്നൊരു ഡിജിറ്റ് ഇവിടെ കാണുന്നുണ്ട് അല്ലേ? 22 എന്നൊരു നമ്പർ കാണുന്നുണ്ട്. നിങ്ങൾ ഇതിനെ ഒന്ന് മിശ്ര ഭിന്നത്തെ മാറ്റി വിഷമ ഭിന്നത്തിലേക്ക് മാറ്റി നോക്കൂ. വീണ്ടും നമുക്ക് എന്ത് കിട്ടൂടാ? ഈ 22 45/2 എന്ന് കിട്ടും. ഇനിയോ ശതമാനം. ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ മീനിങ്? ഇൻറ്റു 1/100 ആണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഇങ്ങനെ മാറി. 22യുടെ 22% എന്ന് പറഞ്ഞാൽ 45/2 ഇൻറ്റു 45/2 ഇൻറ്റു 1/100 എന്ന് മാറി. ഇതിൻ്റെ വാല്യൂ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. 5 കൊണ്ട് കട്ട് ചെയ്ത് നോക്കാം. 45ൽ 9 5 45, 100ലാണെങ്കിലോ 25 100. ഒരു തവണ കട്ട് ചെയ്തു. ഇനി വീണ്ടും നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? 45ൽ എഗെയിൻ 9 5 45, ഇവിടെ 20ലാണെങ്കിൽ എത്ര 5 ഉണ്ടാ? 4 5 20. കട്ടിങ് കഴിഞ്ഞപ്പോൾ ബാക്കി എന്താ? 9 × 9 81 എന്ന് ന്യൂമറേറ്ററിൽ ബാലൻസ് ഉണ്ട്. താഴെ ഡിനോമിനേറ്ററിലാണെങ്കിലോ 2 × 2 4, 4 × 4 16. സോ കിട്ടിയത് ഇപ്പോൾ ഇങ്ങനെയാണ് 81/16 എന്നാണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് PSC തന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ്റെ ഫോമിലാണ്. സോ നമ്മൾ ഇത് ചേഞ്ച് ചെയ്ത് നോക്കണം. 81/16 എന്ന് പറഞ്ഞാൽ എത്രയാ? 81ൽ 16 5 തവണ 16 പോകും അല്ലേ? 5 16 80, ശിഷ്ടം 1, താഴെ 16 തന്നെ വരും. സോ ആൻസർ എന്താ? 5/1/16. അപ്പോൾ നമുക്ക് മനസ്സിലായി 22 എന്ന നമ്പറിൻ്റെ 22% 5/1/16 തന്നെയാണ്. ഇത് തന്നെ അല്ലേ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത്? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. 22യുടെ 22% 5/1/16 ആണ്. ആയതുകൊണ്ട് ഈ പ്രസ്താവന ശരിയാണെന്ന് മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കിടക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ വായിച്ചോളൂ. 33 1/3 ശതമാനമാണ് 11 1/9. നേരത്തെ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 2 നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താ? 33 1/3 അഥവാ 33 1/3 33 1/3 ശതമാനം ആണ് 11 1/9. നേരത്തെ അതേപോലെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 33 1/3 എന്ന് പറഞ്ഞാൽ എന്താ? 100/3 ആണത് അല്ലേടാ? എങ്ങനെയാണ് അത് കിട്ടുക? 33 × 3 99 + 1 100/3 ഇൻറ്റു ഇവിടെ എന്ത് വരും? ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വരും? 100/3. ഇനിയോ ശതമാനം എന്ന ചിഹ്നം മാറ്റുമ്പോൾ നമുക്ക് എന്ത് വരും? ഇൻറ്റു 1/100. സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ക്യാൻസലേഷൻ നടത്തുമ്പോൾ ഈ 100ഉം ഈ 100ഉം ഇവിടെ കട്ട് ചെയ്ത് പോകും. പിന്നെ അവിടെ ബാക്കി എന്താ ഉള്ളത്? 100/9 എന്നാണുള്ളത്. 100/9 വാല്യൂ എന്താ സുഹൃത്തുക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെ ഹരിച്ച് നോക്കിയാൽ 11 9 99, ശിഷ്ടം 1 9 താഴെ വരും. സോ ആൻസർ എന്ത് വന്നു? 33 1/3 33 1/3 ശതമാനമാണ് എന്തടാ? 11 1/9. PSC ഈ പ്രസ്താവന ഇങ്ങനെ തന്നെയാണ് തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, 33 1/3 33 1/3 ശതമാനമാണ് 11 1/9. ആയതുകൊണ്ട് തന്നെ നമ്മുടെ LPUP NC എക്സാമിൽ പറഞ്ഞ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. സോ നമ്മുടെ ആൻസർ എന്ത് വരും നോക്കാം. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ് എന്ന ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. യെസ്, ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ ജിയോമെട്രിക്കൽ ഫിഗേഴ്സിൻ്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യമാണ്. ഏതാ പരീക്ഷ ഏതാ? 2025 മെയ് മാസം നടന്ന ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിൻ്റെ ചോദ്യമാണിത്. നമുക്കൊന്ന് പരിചയപ്പെടാം. ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ പ്രസ്താവന തെറ്റ് കണ്ടുപിടിക്കാനാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പാർട്ടാണ്. ശരിയായതാണോ തെറ്റായതാണോ എന്നാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്താ വേണ്ടത്? നോട്ട് ട്രൂ അഥവാ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ചില തിയറി പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം ബൈസെക്ട്സ് ഈച്ച് അതർ. നിങ്ങളൊന്ന് ആലോചിച്ചേ, എന്താ ഈ പറഞ്ഞതിൻ്റെ മീനിങ്? ഒരു സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ സമഭാഗം ചെയ്യുന്നു എന്നാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ സമഭാഗം ചെയ്യും. സാമാന്തരികത്തിൻ്റെ മാത്രമല്ല, ചതുരത്തിൻ്റെയൊക്കെ അങ്ങനെ തന്നെയാണ്. സാമാന്തരികത്തിൻ്റെയും ചതുരത്തിൻ്റെയും ഒക്കെ വികർണങ്ങൾ സമഭാജികളാണ്, അഥവാ അവർ ബൈസെക്ഷൻ ചെയ്യുന്നവയാണ്. ഈ പ്രസ്താവന തീർത്തും ശരിയാണ്. ബൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 വികർണങ്ങൾ ഇങ്ങനെ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഈ ലെങ്ത് എത്രയാണോ അതന്നെയായിരിക്കും ഈ ലെങ്ത്, ഈ ലെങ്ത് എത്രയാണോ അതന്നെയായിരിക്കും ഈ ലെങ്ത്. ഇങ്ങനെ പ്രോപ്പർട്ടീസ് ഉള്ള ക്വാഡ്രിലാറ്ററൽസ് ആണ് സാമാന്തരികം, ചതുരം പോലത്തെ ആളുകളൊക്കെ. അപ്പോൾ ഏതായാലും ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് മനസ്സിലായി. നമുക്ക് തെറ്റാണ് വേണ്ടത്. സോ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. എന്താ പറഞ്ഞേക്കുന്നത്? ഡയഗണൽസ് ഓഫ് എ റോംബസ് ബൈസെക്ട്സ് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ നിങ്ങളൊന്ന് പറഞ്ഞേ. അതായത് റോംബസ് എന്ന് പറഞ്ഞാൽ സമഭുജ സാമാന്തരികം എന്നാണ്.
ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ ലംബ സമഭാജികളാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. തീർത്തും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണത്. സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് റോംബസ് ആണ്. റോംബസിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നമ്മൾ പറയുന്നതാണ് റോംബസിൻ്റെ വികർണങ്ങൾ ലംബ സമഭാജികളാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? വികർണങ്ങൾ സമഭാഗം ചെയ്യുന്നവയുമാണ്, മാത്രമല്ല ലംബ സമഭാജികൾ എന്ന് പറഞ്ഞാൽ അവ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെൻട്രൽ മേക്ക് ചെയ്യുന്ന ഓരോ ആംഗിൾസും 90 ഡിഗ്രി വീതമാണ്. ഈ ഒരു പ്രോപ്പർട്ടി വേറെ ഒരാൾക്ക് കൂടെ ഉണ്ട്, അതാരാ? സ്ക്വയറാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റോംബസിൻ്റെയും സ്ക്വയറിൻ്റെയും ഒക്കെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്റ്റിംഗ് ഈച്ച് അതറാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. മനസ്സിലായി? ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? എ ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലലോഗ്രാം ഇഫ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അതും ഒരു ശരിയായ പ്രസ്താവനയാണ്. അതായത് എതിർവശങ്ങൾ തുല്യമായാലാണ് ഒരു ചതുർഭുജം പൊതുവെ സാമാന്തരികം എന്ന പേരിലേക്ക് വിളിക്കപ്പെടുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത് മൂന്നാമത്തെ പ്രസ്താവന. അതും തീർത്തും ശരി തന്നെയാണ്. ഇനിയോ സ്വാഭാവികമായിട്ടും ആൻസർ കിട്ടി, നമുക്ക് തെറ്റായതാണ് വേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ്? ഈ ഒരു പ്രസ്താവന തെറ്റായിരിക്കും. ഇനി നമുക്കൊന്ന് വായിച്ചിട്ട് പറയാം. എ ക്വാഡ്രിലാറ്ററൽ വിൽ ബി എ പാരലലോഗ്രാം ഇഫ് ദ ടു ഡയഗണൽസ് ബൈസെക്ട്സ് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ഒരു ചതുർഭുജത്തിൻ്റെ രണ്ട് വികർണങ്ങൾ ലംബ സമഭാഗം ചെയ്താൽ മാത്രമേ അവ സാമാന്തരികം ആകുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. കാര്യം സാമാന്തരികമാകാൻ പെർപെൻഡിക്കുലർ ബൈസെക്റ്റിൻ്റെ ആവശ്യമില്ല. സാമാന്തരികമാകാൻ എന്ത് മതി? ജസ്റ്റ് അവർ ബൈസെക്റ്റ് ചെയ്താൽ മാത്രം മതി. ഇനി പെർപെൻഡിക്കുലർ ബൈസെക്ഷൻ നടത്തിയാൽ അത് എന്തായി മാറും? റോംബസ് ഓർ സ്ക്വയർ ആയിട്ട് മാറുമെന്ന് മാത്രം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചതുരമോ അല്ലെങ്കിൽ സാമാന്തരികമോ ആണെങ്കിൽ വികർണങ്ങൾ സമഭാഗം ചെയ്യുന്നു എന്ന ഭാഗം ശരിയാണ്, എന്നാൽ അവ ലംബ സമഭാഗം ചെയ്യുന്നു എന്ന ഭാഗം തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ നാലാമത്തെ പ്രസ്താവന നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ലംബ സമഭാഗം ചെയ്താൽ മാത്രമേ അവ സാമാന്തരികമാകൂ എന്ന് പറയുന്ന ഈ പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നെക്സ്റ്റ്, ഇത് ഏത് പരീക്ഷയ്ക്ക് വന്നതാ? അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2025 ജൂൺ മാസം നടന്ന ഡിഗ്രി പ്രിലിംസ്, നമ്മളിപ്പോൾ അതിൻ്റെ മെയിൻസ് കഴിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസും അതുപോലെ തന്നെ SI മെയിൻസും ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി നടന്ന പ്രിലിംസ് എക്സാമിൻ്റെ ഒരു ചോദ്യമാണത്. ഈ ചോദ്യം നിങ്ങൾ വായിച്ചേ. എന്താ ഇവർ പറഞ്ഞേക്കുന്നത്? x-4, x-2, x എന്നിവ അഭാജ്യ സംഖ്യകൾ ആണെങ്കിൽ x+2 സ്വഭാവം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 3 പ്രൈം നമ്പേഴ്സിനെ പറ്റി അവർ പറഞ്ഞിട്ട് വേറൊരു പ്രൈം നമ്പറിൻ്റെ പ്രോപ്പർട്ടി ചോദിച്ചേക്കാണ്. അപ്പോൾ ഇതിന് സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? x+2 എന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്, x+2 എന്നത് ഒരു ഭാജ്യ സംഖ്യയാണ്, അതുപോലെ തന്നെ ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്. ഇങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമായ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് വിഷയം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ഈ അഭാജ്യ സംഖ്യകളുണ്ടല്ലോ, ഇവരാരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാലേ നമുക്ക് x+2 കാര്യം കിട്ടുള്ളൂ. കാര്യം നമുക്ക് x+2 പറ്റി പറയണമെങ്കിൽ ഇതാരാണ് എന്നൊരു ഐഡിയ വേണമല്ലോ. സ്വാഭാവികമായിട്ടും ഇവരെ പറ്റി ഒരു ധാരണ കിട്ടിയാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഇവരെന്താ പറഞ്ഞത്? x, x-2, x-4 എന്നിവ അഭാജ്യ സംഖ്യകളാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇവർ പറഞ്ഞത് ഇങ്ങനെയാണ്: x-4, അതുപോലെ x-2, അതുപോലെ x. ഇവ 3 പേരും എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? പ്രൈം നമ്പേഴ്സ് ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യം, വളരെ അടുത്തുള്ള സംഖ്യകളാണിത്. അതായത് ഒരു 5 സംഖ്യകൾക്കകത്തുള്ള ഈ നമ്പേഴ്സ് പ്രൈം നമ്പറായി വരുന്നത് പൊതുവേ എവിടെ മാത്രമേ ഉള്ളൂ? 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സിനെ പരിഗണിക്കുമ്പോഴാണ് നമുക്കിത് കാണാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച്, 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് പൊതുവേ നമുക്ക് ഏതൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഇതാണ് നമ്മുടെ ലെസ് ദാൻ 10 ആയി വരുന്ന പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ ഏത് ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾ ഇവിടെ എക്സിന് 7 വെച്ച് കൊടുത്താൽ ആൻസർ നോക്കൂ നിങ്ങൾ. x-2 എന്നത് എന്തായിടാ? 5 ആയി. കാര്യം x 7 അല്ലേ? അപ്പോൾ x-2 5 ആണ്. ഇനിയോ x 7 ആണെങ്കിൽ x-4 എന്താ സുഹൃത്തുക്കളെ? 7 - 4 എന്ന് കിട്ടും, 3 എന്ന് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ച ഈ പ്രൈം നമ്പറിൻ്റെ ഭാഗം 3, 5, 7 എന്ന ഈ പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ 7 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് എന്താ? x+2 പ്രോപ്പർട്ടി താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ്. നമുക്കിവിടെ മനസ്സിലായത് x 7 ആണെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x+2 വാല്യൂ എന്താ വരിക? 9 എന്ന് വരും അല്ലേ? x+2 9 ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രസ്താവന തന്നിരിക്കുന്നതിൽ ശരിയാണ് ഏതാണ് എന്ന് നമുക്ക് നോക്കിയാൽ മതി അല്ലേ? 9 എന്ന ആദ്യം എന്താ മനസ്സിലാക്കേണ്ടത്? 9 എന്നത് എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണോ? അല്ല. 9 എന്നതൊരു ഭാജ്യ സംഖ്യയാണ്, അഥവാ കോമ്പോസിറ്റ് നമ്പറാണ് എന്ത്? 9. അതുപോലെ തന്നെ 9 എന്നത് എന്താടാ? ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറുമാണ്, ഒരു പൂർണ്ണവർഗ സംഖ്യയുമാണ്. 3ൻ്റെ സ്ക്വയർ അല്ലേ 9. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുന്ന പ്രസ്താവന ഏതാണോ അതാണ് നമുക്ക് ശരിയായി ഇടാൻ കഴിയുക.
അപ്പോൾ ഒന്നുകൂടെ പറയാം, നമുക്ക് x+2 കിട്ടിയത് 9 ആണ് എങ്കിൽ അതൊരു ഭാജ്യസംഖ്യയും ഒരു പൂർണ്ണവർഗ്ഗ സംഖ്യയുമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? x+2 എന്നത് നമുക്ക് കിട്ടിയത് ഏതാ? ഒരു ഭാജ്യസംഖ്യയും അതേസമയം ഒരു പൂർണ്ണസംഖ്യയുടെ വർഗ്ഗവുമാണ് എന്ന ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവന. ആൻസർ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കിട്ടേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഒരു ഭാജ്യസംഖ്യയും അതേസമയം ഒരു പൂർണ്ണസംഖ്യയുടെ വർഗ്ഗവുമാണ് എന്ന ഓപ്ഷൻ ബി ആണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. തന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. മറ്റു സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? ഒരു പൂർണ്ണവർഗ്ഗ സംഖ്യയുടെ വർഗ്ഗമല്ലാത്തതാണ്, അത് അങ്ങനെയല്ല വരുന്നത്. അതുപോലെയോ 5ൻ്റെ ഗുണിതമായ ഒരു നമ്പറാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ഭാജ്യസംഖ്യയും 5ൻ്റെ ഗുണിതമായ മറ്റൊരു നമ്പറുമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എന്താണ്? തെറ്റാണ്. സ്വാഭാവികമായിട്ടും ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി എന്ന് കാണാൻ പറ്റും. നെക്സ്റ്റ് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. യെസ്, ഇത് അതേപോലെ തന്നെ വേറെ നമുക്ക് അടുത്ത് ഒരു മത്സര പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. നോക്കാം എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. n ഒരു എണ്ണൽ സംഖ്യയായാൽ n³ - n-നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകം ചെക്ക് ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? n ഒരു എണ്ണൽ സംഖ്യയായാൽ n³ - n-നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കുമെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് 1. നമുക്ക് നോക്കാം. n³ - n-നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കൂ. n-ന് നമുക്ക് കുറച്ച് എണ്ണൽ സംഖ്യ വാല്യൂസ് എടുത്ത് നോക്കൂ. n 2 ആണെങ്കിൽ എന്ത് വരും? n³ - n 2³ - 2 എന്ന് വരും. അതിൻ്റെ ആൻസർ എന്താ? 6 എന്ന് വരും. 6 എന്ന നമ്പറിനെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. സോ ഈസി ആയിട്ട് ആ പ്രസ്താവന നമുക്ക് ഇവിടെ ഇത് കറക്റ്റായി എന്ന് കിട്ടി. വേറെ ഒരു 2 നമ്പർ കൂടെ നമുക്ക് എടുത്ത് നോക്കാം. n-ൻ്റെ വാല്യൂ നിങ്ങൾ തൽക്കാലം 3 എന്ന് എടുത്ത് നോക്ക്. അപ്പോൾ എന്ത് വരും? n³ - n 3³ - 3 എന്ന് വരും. 3³ എത്രയാ? 27. 27 - 3 എത്രയാ? 24. അപ്പോൾ വീണ്ടും മനസ്സിലായി ഇതിനെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസ്ഥ എന്താ? n ഒരു എണ്ണൽ സംഖ്യയാണെങ്കിൽ n³ - n-നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന പ്രസ്താവന ശരിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് തെറ്റായതാ വേണ്ടത്. രണ്ടാമത്തെ പ്രസ്താവന നിങ്ങൾ നോക്കൂ. n ഒരു എണ്ണൽ സംഖ്യയാണെങ്കിൽ 12n-ൻ്റെ ഒറ്റ സ്ഥാനം ചിലപ്പോൾ 0-ഉം അതല്ലെങ്കിൽ 5-ഉം വരാവുന്നതാണ് എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ പ്രസ്താവന അവർ പറയുന്നത് ഇങ്ങനെയാണ്. n ഒരു എണ്ണൽ സംഖ്യയാണെങ്കിൽ 12n-ൻ്റെ ഒറ്റ സ്ഥാനത്തെ അക്കത്തെപ്പറ്റി സംസാരിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം. 12n നമുക്ക് വേറെ നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് നോക്കാം. n 1 ആണെങ്കിൽ എന്താ വരിക? 12 12 ആണ്. അതിൻ്റെ ഒറ്റ സ്ഥാനത്തക്കം 2 ആണ്. ഇനി നമുക്ക് n-ന് 2 എന്ന് വെച്ച് കൊടുത്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? 12² ആണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറ്റ സ്ഥാനത്തക്ക എത്രയാ? 2² അഥവാ 4 വരും. അൾട്ടിമേറ്റ്ലി ആൻസർ എത്രയാ? 144. സോ ഒറ്റ സ്ഥാനത്തക്കം 4 ആണ് കിട്ടുന്നത്. ഇനി നിങ്ങൾ n-ന് 3 എന്നൊരു വാല്യൂ വെച്ച് കൊടുത്താൽ എന്ത് വരും? 12³ എന്ന് വരും അല്ലേ? 12³ എത്രയാ? 1728. ഇത് എല്ലാം അറിയൊന്നും വേണ്ട. 2³ ആണ് ഇതിൻ്റെ ഒറ്റ സ്ഥാനത്തക്കം തീരുമാനിക്കുന്ന ആൾ. 2³ 8 അല്ലേ? അതുകൊണ്ട് ലാസ്റ്റ് ഡിജിറ്റ് 8 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 12n-ൽ നിങ്ങൾ n-ന് എണ്ണൽ സംഖ്യകൾ കൊടുക്കുമ്പോൾ ഒറ്റ സ്ഥാനത്തെ അക്കം നമുക്ക് 0-ഓ അല്ലെങ്കിൽ 5-ആയിട്ടോ വരുമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായി ആ പ്രസ്താവനയുടെ തെറ്റായിട്ടാണ് കാണുന്നത് എന്ന് മനസ്സിലായി. നെക്സ്റ്റ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ബി ആണ് നമ്മുടെ തെറ്റായ പ്രസ്താവന. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. n ഒരു ഒറ്റ സംഖ്യയായാൽ n² - 1-നെ 8 കൊണ്ട് ഹരിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രസ്താവന ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. n ഒരു ഒറ്റ സംഖ്യയായാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? n ഒരു ഒറ്റ സംഖ്യയായാൽ n² - 1-നെ 8 കൊണ്ട് ഹരിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളൊരു ഒറ്റ സംഖ്യ എടുത്ത് നോക്കൂ. n-ൻ്റെ വാല്യൂ 3. ഒറ്റ സംഖ്യയാണല്ലോ. അപ്പോൾ n² - 1 എന്ത് വരും? 3² - 1 എന്ന് വരും. 9 - 1 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്. വേറെ ഒരു ഒറ്റ സംഖ്യ എടുത്ത് നോക്കും. നമുക്ക് 7 എടുത്ത് നോക്കാം. n-ൻ്റെ വാല്യൂ 7 എടുത്ത് നോക്കാം. n = 7 എടുത്ത് നോക്കിയാൽ എന്താ വരിക? n² - 1 എന്ന് പറഞ്ഞാൽ 7² - 1 എന്ന് വരും അല്ലേ? 7² - 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 48 എന്ന് കിട്ടുന്നില്ലേ? അപ്പോൾ മനസ്സിലാവുന്നുണ്ട് അതും 8 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ പ്രസ്താവനയുടെ അവസ്ഥ എന്താ? ശരിയാണെന്ന് മനസ്സിലായി അല്ലേ? n ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ n² - 1-നെ 8 കൊണ്ട് ഹരിക്കാമെന്ന പ്രസ്താവന ശരിയാണെന്ന് മനസ്സിലായി. ഇനി അതുപോലെ തന്നെ നാലാമത്തെ പ്രസ്താവന എന്താടാ? n ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ n ഒരു ഒറ്റ സംഖ്യയുടെ വർഗ്ഗമാണെങ്കിൽ അതിനെ നമുക്ക് 4m+1 എന്ന രീതിയിൽ എഴുതാമെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് 4 പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 4-ലെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 4 എന്താ പറഞ്ഞേക്കുന്നത്? n ഒരു ഒറ്റ സംഖ്യയുടെ വർഗ്ഗമാണെങ്കിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ n ഒരു ഒറ്റ സംഖ്യ. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. n നിങ്ങൾ എന്ത് ചെയ്തു? ഒരു 5 എന്ന നമ്പർ എടുത്തു. ഒരു ഒറ്റ സംഖ്യയാണല്ലോ n. ഇനി പറയുകയാണ് ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ n² എന്നത് എത്ര കിട്ടൂടാ? 5² ആണ്. അത് എത്രയാ? 25 ആണ്. അതിനെ നമുക്ക് 4-ൻ്റെ മൾട്ടിപ്പിൾ +1 എന്ന രീതിയിൽ എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾക്ക് എഴുതാൻ പറ്റും അതിനെ 4 × 6 + 1.
നോക്കൂ 4m+1 എന്ന് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ +1 എന്ന രീതിയിൽ ഇതിന് എഴുതാൻ പറ്റുന്നുണ്ട്. വേറൊരു നമ്പർ കൂടെ എടുത്ത് നോക്കാം നമുക്ക്. എന്നിൻ്റെ വാല്യൂ നിങ്ങൾ 7 എന്ന് എടുത്ത് നോക്ക്. അന്നേരം എന്ത് വരും? n² വാല്യൂ എന്ത് വരും? n² = 49 എന്ന് വരും അല്ലേ? 49 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഒന്ന് പറഞ്ഞേ. 4 × 12, 12 × 4 48 അല്ലേ? 4 × 12 + 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നിങ്ങൾക്ക് 4m+1 എന്ന രൂപത്തിൽ എഴുതാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അവസാനം പറഞ്ഞ നമ്മുടെ പ്രസ്താവന ഉണ്ടല്ലോ, അതും നമുക്ക് ശരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ചോദ്യം തെറ്റായ പ്രസ്താവന ഏത് എന്നാണ്. അതിൻ്റെ ആൻസർ എന്താ? n ഒരു NL സംഖ്യയാണെങ്കിൽ 12n ഒറ്റ സ്ഥാനത്തെ അക്കം ചിലപ്പോൾ 0 അല്ലെങ്കിൽ 5 ആകാം എന്ന പ്രസ്താവനയാണ് ഈ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് വളരെ അടുത്തായിട്ട് നമ്മുടെ PSC പരീക്ഷ ചോദിച്ച ചില പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ. വേറെയുണ്ട്, നമ്മൾ അതിനകത്ത് നിന്ന് കുറച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്തരം വീഡിയോസൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ എയ്സിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.